ഇന്ന് കേരളത്തിൽ ആദിവാസികൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നലെകൾക്കാട്ടിലും കൂടിക്കൂടി വരികയാണ്. ശരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുതിയ തലമുറകളിലെ പല പരിഭ്രാന്തിയിലും ആക്കുന്നൊരവസ്ഥയിലാണ്. കാരണം ഒരു ചെറുപ്പക്കാർ ഞങ്ങളുടെ ഊരുകളിൽ ആദ്യകാലങ്ങളൊന്നും ഇത്തരം മരണങ്ങളൊന്നും സംഭവിക്കാറില്ലായിരുന്നു. ഇന്നത്തെ കാലത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. കാരണം 15 വയസ്സ്, 12 വയസ്സ്, 11 വയസ്സ്, അതായത് 18 വയസ്സ് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം മരണങ്ങൾ സ്ത്രീയായാൽ പോലും പുരുഷന്മാരായാൽ പോലും മരണപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് ഇപ്പം ഗവൺമെൻറ് സർവേ വന്നില്ലെങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം തന്നെയാണ് ഇത്. അതിൽ കൂടുതലും ഇപ്പോൾ ആവർത്തിച്ച് വരുന്ന ഗവൺമെൻറ് തലത്തിൽ, അതായത് പോലീസ് കേസുകളിൽ പോക്സോ കേസുകളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 17 വയസ്സിൽ തന്നെ അല്ലെങ്കിൽ 16 വയസ്സിൽ തന്നെ അവൻ പോക്സോ കേസുമായിട്ട് ഈ കേസിൽ അകപ്പെടുകയും, പക്ഷേ അവന് കിട്ടുന്ന ശിക്ഷയെന്ന് പറയുമ്പോൾ 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ് തികയുന്ന അത്തരത്തിലുള്ള കേസുകൾ. കാരണം ഒരു 17 വയസ്സുകാരൻ ഏത് സെല്ലിലാണ് കഴിയാനുള്ളതും 18 വയസ്സുകാരൻ എവിടെയാണ്, ഏത് ജയിലിലാണ് കഴിയാനുള്ളതും അത് ഗവൺമെൻറ്റാണ് ശരിക്കും അത് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് പോലീസ് കേസ് പോലും അത്തരത്തിൽ അല്ല വന്നുകൊണ്ടിരിക്കുന്നത്. 17 വയസ്സ് കഴിയുന്ന ജുവൽ ഹോം ഇതിലാണ് കൊണ്ടുപോവുകയും അവന് വേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുകയാണ് ശരിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരേണ്ടത്. പക്ഷേ അവർ 18 വയസ്സ് കഴിയുന്ന അല്ലെങ്കിൽ മറ്റ് ജയിലിൽ അടയ്ക്കപ്പെടുന്ന രീതികളിലാണ്, ക്രൂരമായ രീതിയിലാണ് നമ്മുടെ ആദിവാസി ചെറുപ്പക്കാരെ ഇന്ന് നമ്മുടെ പോലീസ് സേന കുറ്റം ചുമത്തുകയും മനഃപൂർവ്വം പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ ആദിവാസി, ഇപ്പം മധുവിൻ്റെ കേസൊക്കെ നമുക്ക് എടുക്കാം. ഇവരെ ശരിക്കും പീഡിപ്പിക്കുക, മാനസികമായിട്ട് പേടിപ്പിക്കുക, അതായത് നമ്മൾ മുത്തങ്ങലം കാണും പോലെ ഇവരെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. അത് കൊല്ലുക തന്നെ. ഇനിയൊരു തലമുറ ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും ഇത്തരം ഒരു ഗുണ്ട മാഫിയ സംഘം രാഷ്ട്രീയപരമായ രീതിയിൽ പോലും അവരെ ശക്തരായി നിന്നുകൊണ്ട് ആദിവാസി തലമുറയെ അടിച്ചമർത്തി കൊന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് നമ്മളിന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഓർമ്മ 2004, 2006 കീഴ്പള്ളി, കണ്ണൂർ കീഴ്പള്ളി എന്ന് പറയുന്ന സ്റ്റേഷനിൽ അവിടുത്തെ ഊരിൽ നിന്ന് ഏതൊരാളും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആദിവാസിക്കാണ് അടി. കാരണം അവിടെ നിന്നൊരു ആദിവാസി കേസുമായിട്ട് സ്റ്റേഷനിൽ പോകാൻ പാടില്ല. അതിനിപ്പോൾ നമ്മുടെ ആദിവാസി കമ്മ്യൂണിറ്റിയുള്ളൊരു പരാതി കൊടുത്താലും മറ്റുള്ളൊരു പരാതി കൊടുത്താലും അത് അടിയും ശിക്ഷയും നമ്മുടെ ആൾക്കാർക്ക് തന്നെ. അവിടെ അന്നത്തെ കാലങ്ങളിൽ ചെറിയ മരങ്ങളിൽ, കശുമാവിൻ്റെ മരങ്ങളിൽ, ചെറിയ മാവുകളിൽ ആൾക്കാർ ഒരുപാട് പേര് തൂങ്ങി മരിക്കുകയുണ്ടായി. അതെല്ലാം സ്വയം മരിക്കുക എന്നുള്ളതാണ് തെളിവുകളിൽ വന്നിട്ടുള്ളത്. ശരിക്കും അങ്ങനെയല്ല, പലരും അടിച്ച് കൊല്ലുക, ആ ഒരു സാധനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വാഗേരി ഭാഗത്തൊരു ചെറുക്കനെ മാനന്തവാടി സ്റ്റേഷനിൽ കൊണ്ടുപോയി ശിക്ഷിക്കേണ്ട ആളെ അവർ താമസിക്കുന്ന റൂമിൽ കൊണ്ടുപോയി വളരെ അടിച്ച് ക്ഷതം വരുത്തിയിട്ട് അവരുടെ രക്ഷകർത്താക്കൾ കാണാൻ പോയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അവനെ കാണിക്കില്ല, അവനെ പേടിപ്പിച്ചിട്ട് വളരെ മൃഗീയമായ രീതിയിലാണ് ആ ചെക്കനെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പരിക്കേൽപ്പിച്ചത്. ഇതൊന്നും വാർത്തകളാവാത്ത വാർത്തകളാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ ഊരുകളിലും, കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള എല്ലാ ഊരുകളിലും ഇത് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദിവാസി പ്രവർത്തകർ പല പ്രശ്നങ്ങളും, അവർക്കറിയാവുന്ന പല പ്രശ്നങ്ങളും അവരുടെ സാന്നിധ്യത്തിൽ സമൂഹത്തിൽ കൊണ്ടുവരികയും മീഡിയയിലൂടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പല ഊരുകൾ അറിയപ്പെടാതെയും പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഉയർന്നു വന്നില്ലെന്നെങ്കിൽ ആദിവാസികൾ ഇനിയും പഴയതുപോലെ തന്നെ കേരളത്തിൽ മരിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്കും ഇവരുടെ ഭരണകൂടത്തിന് എതിരാണ്. അതാണ് മുത്തങ്ങിൽ നമ്മൾ കണ്ട പാവപ്പെട്ട ആദിവാസികളെ അടിച്ച് ക്ഷതം വരുത്തുന്നത്. അത് തന്നെയാണ് ആദിവാസികളെ ഓരോ ഊരിലും ഒരു പ്രശ്നമായിട്ട്, ഇപ്പോൾ ചെറിയൊരു കേസുമായി പോയാൽ പോലും ആ ആദിവാസി ബാലനെയോ സ്ത്രീയോ അടിച്ച് അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്ന രീതിയിലാണ് ഇന്ന് പോലീസ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുതന്നെയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ പറ്റുന്നത്. ഗോകുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ശരിക്കും അവൻ്റെ വയസ്സ് പോലും എത്രയാണെന്ന് അന്വേഷണത്തിൽ അവൻ പറയാൻ പറ്റില്ല. 17 18 അങ്ങനെയാണെങ്കിൽ 17കാരനാണെങ്കിൽ ജുവനൈൽ ഹോമിൽ കഴിയേണ്ടവനാണ്. 18 വയസ്സുകാരനാണെങ്കിൽ അവൻ പൂർണ്ണ ഇന്ത്യൻ പറഞ്ഞ പോലെ തന്നെ മറ്റ് ജയിൽ ശിക്ഷ കിട്ടാണ്ട ഒരു വ്യക്തിയോടാണ്. പക്ഷേ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തന്നെ ആ കേസ് വളരെ കള്ളത്തരം രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ആ ബാലനെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇന്ന് നമ്മളെ വിട്ട് പോയിരിക്കുന്നത്. ഇത് ശരിക്കും ഈ ഭരണകൂടം, അതായത് പോലീസ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ എല്ലാവരും തന്നെ ഇതിന് ഉത്തരം പറയണം. ഇത് ഗോകുലിൽ നിന്ന് ഞങ്ങൾക്കൊരു മുക്തി കിട്ടിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥയിൽ നാളെ ഇത് തന്നെയായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം പോലീസ് സേന തന്നെ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.